പഴയ പ്ലംബിംഗ് ലൈനുള്ള വീടുകളിൽ നമുക്കൊരു പ്രഷർ ബൂസ്റ്റർ സെറ്റ് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ പൈപ്പ് പൊട്ടാനും പ്രഷർ കാരണം അതിൻ്റെ പൈപ്പുകൾ ജോയിൻറ്റുകളെല്ലാം തള്ളിപ്പോകാനുള്ള സാധ്യതകളുണ്ടോ? ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പഴയ പ്ലംബിംഗ് ലൈനുള്ള വീടുകളിൽ ഈ പൈപ്പ് പൊട്ടുമോ, അതായത് ഓവർ പ്രഷർ വന്നിട്ട് പൈപ്പ് പൊട്ടുമോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം. ഇതിലേക്ക് നമുക്ക് പറയാനുള്ളത്, പൈപ്പ് പൊട്ടുന്നതല്ല, മിക്കവാറും ജോയിൻറ്റുകളെല്ലാം തള്ളിപ്പോകുന്നതാണ് മിക്ക സ്ഥലങ്ങളിലും പ്രശ്നമായിട്ട് കണ്ടേക്കുന്നത്. അതപ്പോൾ സാധാരണ നമ്മൾ പഴയ പ്ലംബിംഗ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കുറച്ച് പ്രഷർ കുറവ് ജനറേറ്റ് ചെയ്യുന്നത്, അതായത് കുറച്ച് പ്രഷർ ജനറേറ്റ് ചെയ്യുന്ന പമ്പുകൾ വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും മിനിമത്തിൽ പ്രഷർ സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മളിപ്പോൾ നോർമലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പ്രഷർ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സ്വിച്ചുകൾ മാത്രമാണ് കൊടുക്കാറുള്ളൂ. അതിൻ്റെ ഏറ്റവും മിനിമത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാറ്. അപ്പോൾ അതിന് പകരമായി ഒന്നോ രണ്ടോ ബാത്റൂമുകളിലേക്ക് മാത്രം ഒരു പഴയ പ്ലംബിംഗ് ലൈൻ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പോലത്തെ, അതായത് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലോ സ്വിച്ചുള്ള മോഡലാണ്. സാധാരണ പ്രഷർ പമ്പുകളെല്ലാം ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 90% പ്രഷർ പമ്പുകളും പ്രഷർ സ്വിച്ച് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതായത് പ്രഷർ ഡിഫറൻസ് വരുമ്പോൾ ഓണാവുന്ന രീതിയിലാണ് ആ പമ്പുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇന്നുള്ള പോലത്തെ, ഇതിപ്പോൾ വില്ലോ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ബ്രാൻഡിൻ്റെ ഒരു 200 വാട്ട്സ് വരുന്ന ഒരു ഇൻലൈൻ പമ്പാണ്. ഇതിൽ നമ്മൾ പറഞ്ഞ പ്രഷർ സ്വിച്ചിന് പകരമായിട്ട് ഫ്ലോ സ്വിച്ചാണുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലോ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം ഓൾറെഡി ലൈനിൽ ഫ്ലോ ആയി കഴിയുമ്പോഴാണ് ആ മോട്ടർ ഓൺ ആവുന്നത്. അതേപോലെ തന്നെ വെള്ളം ക്ലോസ് ആവുന്നതിന് മുമ്പ് തന്നെ പമ്പ് ഓഫ് ആവുകയും ചെയ്യും. അതായത് ഫ്ലോ കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത് ഇതിൽ എത്ര ബാർ പ്രഷർ വരെ മാക്സിമം ലൈനിൽ ലോഡ് ചെയ്ത് നിൽക്കും. നിങ്ങൾക്കറിയാം, ആദ്യം പറഞ്ഞ സാധാരണ പ്രഷർ സ്വിച്ചുള്ള പമ്പുകൾ ലൈനിൽ പ്രഷർ ഫുൾ ടൈം ലോഡ് ചെയ്ത് നിൽക്കും. അങ്ങനെയുള്ള ഫുൾ ടൈം ലോഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ജോയിൻറ്റുകൾ തള്ളിപ്പോകുന്നത്. അതായത് ടാപ്പോ ഷവറോ ഓപ്പൺ ആയിരിക്കുന്ന സമയത്തല്ല, എല്ലാം ക്ലോസ് ചെയ്ത് ലൈനിൽ പ്രഷർ ലോഡായി നിന്നതിന് ശേഷമാണ് ഈ ജോയിൻറ്റുകളൊക്കെ തള്ളിപ്പോകുന്നത്. അത് കുറേ നേരം അങ്ങനെ പ്രഷർ നിന്ന് കഴിയുമ്പോൾ. അപ്പോൾ ഈ ഒരു ഫ്ലോ സ്വിച്ചുള്ള മോഡൽ വെച്ച് അതിനൊരു പരിഹാരമാവുമോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ഫ്ലോ സ്വിച്ചുള്ള മോഡലിൻ്റെ കുറച്ച് ഡ്രോബാക്സ് പറയാം. അതായത് സാധാരണ പ്രഷർ സ്വിച്ചുള്ള മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്കത് നെഗറ്റീവ് സെക്ഷൻ, അതായത് താഴെ നിന്ന് വലിച്ചെടുക്കാനും അധികം ഹൈറ്റ് ഡിഫറൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിലോ ടാങ്ക് താഴെയാണെങ്കിലോ, ആദ്യം പറഞ്ഞ പോലെ ടാങ്ക് താഴെയാണെങ്കിലോ ആ മോട്ടർ വർക്ക് ചെയ്യും. കാരണം അത് വെള്ളം ഈ പ്രഷർ ലോഡായി നിന്നിട്ട് പ്രഷറിന് ഡിഫറൻസ് വരാൻ നേരത്ത് മോട്ടർ ഓൺ ആവുന്ന ഒരു സിസ്റ്റമാണ്. മറിച്ച് ഇത് നമ്മൾ ഫ്ലോ സ്വിച്ചാണ്. ഫ്ലോ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി വെള്ളം ലൈനിൽ ഒഴുകുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ഓൺ ആവുള്ളൂ. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സെക്ഷൻ, അതായത് ടാങ്ക് മേളിലും മോട്ടർ താഴെയുള്ള ഒരു അവസ്ഥയിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു ആവറേജ് റെക്കമെൻഡേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ടാങ്കിൻ്റെ ബോട്ടം സൈഡും നമ്മുടെ മോട്ടർ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഷവറിൻ്റെ ഹെഡ്, ഷവർ അല്ലെങ്കിൽ ടാപ്പ്, നമ്മൾ ഏത് പോയിൻറ്റുകളാണോ യൂസ് ചെയ്യാൻ പോകുന്നത് അത് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ഏകദേശം ഒരു 1.5 മീറ്ററെങ്കിലും ഉണ്ടെങ്കിലാണ് ഇത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ തന്നെ ഒരു ഓവർഹെഡ് ടാങ്കിൽ നിന്ന് ഏകദേശം ഒരു 1 മീറ്ററിനടുത്ത് ഹൈറ്റ് ഡിഫറൻസിലാണ് നമ്മുടെ ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് ഈ പമ്പ് ഫീഡ് ചെയ്തിട്ട് പ്രഷർ റീഡിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഇത് ഫുൾ ടൈം ലൈനിൽ പ്രഷർ ലോഡായി നിൽക്കുമോ, അങ്ങനെ ലോഡായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം 1.5 ബാർ പ്രഷർ ജനറേറ്റ് ചെയ്യുന്ന പമ്പാണ്. 6 ഇഞ്ചിൻ്റെ 2 ഷവറുകൾ വരെ നമുക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പമ്പ് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പെസിഫിക് പമ്പ് എത്ര പ്രഷറായിരിക്കും ലൈനിൽ ലോഡ് ചെയ്ത് നിൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് ആദ്യം പറഞ്ഞ പോലെ ലൈനിൽ അത്രയും ലോഡ് ചെയ്ത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് ഈ വീഡിയോയുടെ അവസാനമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ടെമ്പററി ആയിട്ട് ഒരു ഗ്രീൻ ഹൗസിൽ നിന്ന് അതിൽ സെക്ഷൻ കൊടുത്തു. എല്ലാത്തിലും സ്റ്റാൻഡേർഡായിട്ടൊരു വൈസ് ചെയിനർ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഏത് പമ്പുകളും ഏത് ബൂസ്റ്റർ പമ്പുകളും സെറ്റ് ചെയ്യാൻ നേരത്ത് വൈസ് ചെയിനർ പറഞ്ഞാൽ സെറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ടാങ്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പായലും ചെളിയും മറ്റു കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടുന്നുണ്ട്. അത് പമ്പിലേക്ക് എത്താതിരിക്കാൻ പാകത്തിനൊരു സ്റ്റെയിനർ വയ്ക്കുക. അത് നമുക്കൊരു ടൈംലി ഇൻ്റർവെല്ലിൽ അതൊന്ന് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ നമ്മളൊന്ന് ഓർക്കണം. പിന്നെ ഇതിൽ ഡെലിവറി സൈഡിൽ നിലവിൽ ലീക്കേജ് ഉണ്ട്. ഇതിൻ്റെ വേണമെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയാവുന്നത്, ഇതിലൊരു മിനിമം ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓൺ ആവുള്ളൂ. അപ്പോൾ ഇത് ചെറിയൊരു 1/1 ഡ്രോപ്പ് ഉണ്ടെങ്കിൽ മറ്റേ നമ്മുടെ സാധാരണ പ്രഷർ സ്വിച്ചുള്ള മോഡലുകൾ പോലെ ഓണായി ഓഫായി അങ്ങനെ ഫ്രീക്വൻറ്റ് സ്വിച്ചിങ് സംഭവിക്കില്ല. ചെറിയൊരു ലീക്കേജ് ഉണ്ടെങ്കിലും സംഗതി പ്രശ്നമില്ലാണ്ട് അവിടെ തന്നെ നിന്നോളൂ. ഇനി ഇതിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം. നമ്മൾ പ്രഷർ ഗേജ് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ടാങ്കിൽ നിന്നുള്ള ഗ്രാവിറ്റി ഫ്ലോ വളരെ കുറവാണ്. ഹൈ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് നിലവിൽ പ്രഷർ ഗേജിൽ റീഡിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഇനി നമുക്കിത് പമ്പ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ റീഡിംഗ് എത്രയാണെന്നുള്ളതൊന്ന് എടുക്കണം.
അതേപോലെ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മളിന്ന് എടുത്തിരിക്കുന്ന പമ്പ് വില്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ PB200E എന്ന് പറഞ്ഞ മോഡലാണ്. 50 LPM വരെ ഡിസ്ചാർജ് ഉണ്ട്. ഏകദേശം 3000 ലിറ്റർ ഫ്ലോ ആയി. 15 മീറ്റർ മാക്സിമം ഹെഡ്. ഇത് 80 ഡിഗ്രി വരെയുള്ള വെള്ളം നമുക്ക് അടിക്കാൻ പറ്റും. മാക്സിമം 1.6 ആംപിയറാണ് വരണുള്ളൂ. നമ്മളിപ്പോൾ അതിൽ ഇൻബിൽറ്റ് ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞ ഫ്ലോ സ്വിച്ചാണ് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. കാരണം വെള്ളം ഫ്ലോ ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല, സ്വിച്ച് ആവില്ല. ഇതിൻ്റെ ഇൻറ്റേർണലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കപ്പാസിറ്റർ ഉണ്ട്. അത് 9 MFT കപ്പാസിറ്ററാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിലൊരു ഇൻറ്റേർണൽ ബോർഡ് ഉണ്ട്. അത് ആ മാഗ്നറ്റിക് സ്വിച്ചിൽ നിന്നുള്ള റീഡിങ് നമ്മുടെ പമ്പിനെ സ്വിച്ച് ചെയ്യിക്കാനുള്ള ബോർഡുകളും മറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് ന്യൂട്രൽ ഫേസ് 2 പോയിൻറ്റുകൾ അതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് മാത്രമാണ് ആവശ്യമുള്ളൂ. നമുക്ക് ഈ പമ്പിൽ ഇത് ഓട്ടോ, ഓഫ്, മാനുവൽ, അതായത് 3 മോഡുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓഫ് സെൻട്രൽ മോഡിലിട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല, ബൈപ്പാസ് ചെയ്ത പോലെ വെള്ളം കയറി ഇറങ്ങി വന്നോളും. ഇനി ഓട്ടോ മോഡിലിട്ടാലാണ് നമ്മുടെ ടാപ്പും ഷവറൊക്കെ തുറന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യുള്ളൂ. മാനുവൽ മോഡിൽ നമ്മൾ വെറുതെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാപ്പ് തുറന്നാലും അടഞ്ഞാലും എങ്ങനെയാണെങ്കിലും ഈ മോട്ടർ ഓൺ ആവും. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ഇടേണ്ടത് ഇതാ ഈ സൈഡിലുള്ള ഓട്ടോ മോഡിലേക്ക് വേണം ഈ സ്വിച്ച് ഇടാനായിട്ട്. ഇത് ടെമ്പററി കണക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ കൂടെ എടുത്തിട്ട് ഇത് അടച്ച് വെക്കാത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും സേഫ്റ്റി ആണ് ഫസ്റ്റ്, അടച്ച് വെച്ച് ക്ലിയർ ആയിട്ട് ചെയ്യുക. ഇപ്പോൾ പൈപ്പ് നമ്മൾ നിലവിൽ ഇതവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഇതിൽ വെള്ളം ഓൾറെഡി ലോഡായി നിൽക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ മോട്ടർ ഇല്ലാതെ, അതായത് മോട്ടർ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ലൈൻ ഒന്ന് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം വെള്ളം ഓൾറെഡി ഫ്ലോ വരുന്നുണ്ട്, വെള്ളം ഓൾറെഡി ഒഴുകുന്നുണ്ട്. ഇനി ഇതേ സമയത്ത് തന്നെ നമ്മളത് മോട്ടർ ഓൺ ചെയ്താൽ, അതായത് മോട്ടർ ഞാനിപ്പോൾ ഓട്ടോ മോഡിലേക്ക് ഇടുകയാണ്. ഇതാണ് അതിൻ്റെ ഫ്ലോ ഡിഫറൻസ് വരുന്നത്. അതായത് ഇത് മോട്ടർ ഇല്ലാത്ത സമയത്തും ഇത് മോട്ടർ ബൂസ്റ്റ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷറാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് ഫുൾ ടൈം പ്രഷർ നമ്മുടെ ലൈനിൽ ലോഡ് ചെയ്ത് നിൽക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ ലോഡ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ പോലെ തന്നെയാണ്. അത്ര സേഫ്റ്റി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. മറിച്ച് ഇത് ആവശ്യമുള്ളപ്പോൾ പമ്പ് ഓണായിട്ട് നമ്മൾ അടയ്ക്കുന്നതിനൊപ്പം പ്രഷർ ലോഡ് ചെയ്ത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കതിന് പ്രഷർ, നമ്മുടെ ഗേജിൽ പ്രഷർ ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മളിതാ പമ്പ് ഓട്ടോ മോഡിലിട്ടിട്ടുണ്ട്. നമ്മുടെ വാൽവ് ഞാൻ പയ്യെ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാ വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റഡി ആയിട്ട് 1.5 ബാർ പ്രഷർ അതിൽ ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കത് പയ്യെ ലൈൻ ക്ലോസ് ചെയ്ത് നോക്കാം. ലൈൻ ക്ലോസ് ചെയ്യാൻ നേരത്ത് അത് 0 പ്രഷറിലേക്കാണ് ഡ്രോപ്പ് വരുന്നത്. അപ്പോൾ ഇതിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു പ്രഷർ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ട് പ്രഷർ ബിൽഡപ്പ് ചെയ്ത് അതിൻ്റെ പ്രഷർ നമ്മൾ വെച്ചിരിക്കുന്ന റേഞ്ചിൽ എത്തിക്കഴിയുമ്പോഴാണ് കട്ട് ഓഫ് ആവുന്നത്. മറിച്ച് ഒരു ഫ്ലോ സ്വിച്ചുള്ള മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലോ കുറഞ്ഞ് ഏറ്റവും മിനിമം ഫ്ലോ ഡിറ്റക്റ്റ് ചെയ്യാതെ ആയി കഴിയുമ്പോൾ, അതായത് വാൽവ് കംപ്ലീറ്റ് അടയുന്നതിന് മുമ്പ് തന്നെ അതിന് സംഗതി സ്റ്റോപ്പ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം സഡനായിട്ട് ഒറ്റയടിക്ക് ക്ലോസ് ചെയ്യുന്നതിന് പകരം പയ്യെ ഗ്രാജുവലായിട്ട് ഒന്ന് പയ്യെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സേഫാണെന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെട്ടെന്ന് സഡനായിട്ടൊരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിൻ്റെ പ്രഷർ എങ്ങനെയാണ്, സ്പൈക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ വാൽവ് തുറന്നു, പമ്പ് ഇപ്പോൾ വർക്കിംഗ് ആണ്. ഞാനത് ഒറ്റയടിക്ക് ക്ലോസ് ചെയ്യുകയാണ്. നിങ്ങൾക്കത് ക്യാമറയിൽ പിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ക്ലോസ് ചെയ്യാൻ നേരത്ത് ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോർമലിനേക്കാളും പെട്ടെന്ന് ഒരു സ്പൈക്ക് വന്നിട്ടായിരിക്കും അത് ഓഫ് ചെയ്യുക. അത് നമ്മുടെ ലൈനൊക്കെ കംപ്ലയിൻറ്റ് വരും. അതാണ് വാട്ടർ ഹാമറിംഗ് എന്ന് പറയുന്ന എഫക്റ്റ്, നമ്മൾ സഡനായിട്ട് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ എപ്പോഴും പതിയെ വാൽവ് തുറക്കുക, പതിയെ വാൽവ് ക്ലോസ് ചെയ്യുക. ഏറ്റവും 0-ലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈനിൽ ഒരു സമയത്തും പ്രഷർ ലോഡ് ചെയ്ത് നിൽക്കാത്തത് കാരണം കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഓപ്ഷനായിട്ട് നമുക്ക് ഈ ഫ്ലോ സ്വിച്ചുകളെ പറയാൻ പറ്റും. കാരണം മറ്റേതുപോലെ പ്രഷർ ഫുൾ ടൈം ലൈനിൽ ലോഡ് ചെയ്ത് നിൽക്കുന്നില്ല. ഓപ്പൺ ആവുന്ന സമയത്ത് ഒരിക്കലും ലൈൻ തള്ളിപ്പോകാനുള്ള സാധ്യതയില്ല. കാരണം ലൈൻ തുറന്നിരിക്കുന്ന സമയത്ത് എപ്പോഴും തള്ളിപ്പോകുന്നത് ലൈൻ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് പ്രഷർ ബിൽഡപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് ഫ്ലോ സ്വിച്ചുള്ള മോഡലായതുകൊണ്ട് ഒരു മിനിമം ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഓൺ ആവുള്ളൂ. നമ്മളിതാ വാൽവ് പയ്യെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതാ ഇപ്പോൾ ചെറിയ രീതിയിൽ വെള്ളം ചാടുന്നുണ്ട്, പക്ഷേ മോട്ടർ ഓൺ ആവില്ല. മറിച്ച് പ്രഷർ സ്വിച്ച് ഉള്ളതാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ചെറിയൊരു ലീക്കേജിൽ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഓൺ ആയേനെ. നമ്മൾ പയ്യെ വാൽവ് ഓപ്പൺ ചെയ്യുകയാണ്. ഇത്ര ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇത് ഓൺ ആവുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രഷർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ എൻ്റെ വാൽവ് ഫുൾ ഓപ്പൺ ചെയ്താൽ ഇതാണ് ഏകദേശം ഒരു 1.5 kg പ്രഷർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സാധാരണ പമ്പുകൾ പോലെ തന്നെ വാൽവ് അടച്ചാൽ അല്ലെങ്കിൽ ടാപ്പ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിമം ഫ്ലോ എത്തിക്കഴിയുമ്പോൾ അത് കട്ട് ഓഫ് ആവും. ഇതാ മിനിമം ഫ്ലോ എത്തി കട്ട് ഓഫ് ആയി. ഇത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തില്ലെങ്കിലും ഇത് കട്ട് ഓഫ് ആവും. ഇപ്പോൾ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രഷർ എല്ലാം ലോസ് ആവുകയാണ്.
മോട്ടർ വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ അതൊരു നോർമൽ പ്രഷറിലായിരിക്കും ക്ലോസ് ചെയ്യാൻ നേരത്ത് ലൈനിലെ ലോഡ് വരിക. ഇനി നമുക്കിതിലേക്ക് ജസ്റ്റ് ഒരു ഷവർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കാം. ഇത് ആക്ച്വലി 3000 ലിറ്റർ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം 2-3 ഷവർ വരെ വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. നമുക്ക് 6 ഇഞ്ചിൻ്റെയൊക്കെ 2 ഷവറാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ജസ്റ്റ് ഷവറിൻ്റെ പെർഫോമൻസോടും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിതിൽ ആദ്യം നോർമൽ നമ്മുടെ പമ്പ് വർക്ക് ചെയ്യാത്തപ്പോഴുള്ള ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു ടാങ്ക് ഹൈറ്റ്, ഈ ഒരു ടാങ്ക് ഹൈറ്റ് ഏകദേശം ഒരു 1 മീറ്റർ ഉണ്ടെന്ന്, കഷ്ടി 1 മീറ്റർ ഉണ്ടെന്ന് പറയാം. അതിലുള്ളൊരു നോർമൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വെള്ളത്തിൻ്റെ ഫ്ലോ ആണിത്. ഇനി നമ്മുടെ പമ്പ് നമ്മൾ ഓട്ടോ മോഡിലേക്ക് മാറ്റുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് ഡിഫറൻസ് വരുന്നത്. അതായത് നോർമലി മോട്ടോർ വർക്ക് ചെയ്യാത്തപ്പോൾ ഇത്രയും പ്രഷറേ ആ ലൈനിലുണ്ടാവുള്ളൂ, മറിച്ച് നമ്മൾ പമ്പ് വയ്ക്കുമ്പോൾ ഉള്ളൊരു ഡിഫറൻസാണിത്. ഇനി ഇതാ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇത് അടയ്ക്കാൻ നേരത്ത് മോട്ടർ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആവും. നമ്മൾ ആദ്യം പറഞ്ഞ പോയിൻ്റ് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, മിനിമം ഹൈ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. കാരണം ഇതിനൊരു മിനിമം ഫ്ലോ വേണം. ഇതാ നമ്മളിപ്പോൾ വാൽവ് തുറന്നു, ചെറുതായിട്ട് തുറന്നു കഴിഞ്ഞാൽ ഈ മോട്ടർ ഓൺ ആവില്ല. ഈ മോട്ടറിലേക്കുള്ളതാ ഒരു മിനിമം ഫ്ലോ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് മോട്ടർ ഓൺ ആവുള്ളൂ. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ഓൺ, അതായത് നിങ്ങൾ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസിൽ വർക്ക് ചെയ്യും. ഇതൊരു ഇൻവേർട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പമ്പാണ്. 200 വാട്ട്സ്, ആവറേജ് 1.6 ആംപിയറാണ് ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ സ്റ്റാർട്ടിങ് ഇപ്പോൾ പോയത് 1.5 വരെയാണ്. നമുക്കൊന്ന് സഡനായിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. മാക്സിമം 4.9 പോയി. നമ്മളൊരു ഗ്രാജുവലായിട്ട് ഒരു നോർമൽ രീതിയിൽ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 1.5, 1.4 ആംപിയർ വരെയാണ് മാക്സിമം സ്റ്റാർട്ടിങ് കറണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒറ്റയടിക്ക് സഡനായിട്ട് നിങ്ങൾ ഇതേപോലെ തുറക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് സ്ലോ ആയിട്ട് ഗ്രാജുവലായിട്ടൊന്ന് തുറന്നു കഴിഞ്ഞാൽ മാക്സിമം 2 ആംപിയർ വരെയാണ് സ്റ്റാർട്ടിങ് കറണ്ട് എടുക്കുകയുള്ളൂ. ഈസി ആയിട്ട് ഇൻവെർട്ടറിൽ ലോഡായിട്ട് വർക്ക് ചെയ്യും. ഇന്നത്തെ വീഡിയോയുടെ ഒരു കൺക്ലൂഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള നിങ്ങളുടെ പഴയ പ്ലംബിംഗ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അത് പൊട്ടാതെ മാക്സിമം രക്ഷിക്കുന്ന രീതിയിലുള്ള ഏറ്റവും നല്ലൊരു പ്രഷർ പമ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഫ്ലോ സ്വിച്ചുള്ള മോഡലുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രഷർ ലോഡ് ചെയ്ത് നിൽക്കില്ല. ദീർഘനേരം പ്രഷർ ലോഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ലൈനുകളും ജോയിൻറ്റുകളൊക്കെ തള്ളിപ്പോകുന്നത്. പൈപ്പുകൾ പൊട്ടുന്ന അവസ്ഥയൊക്കെ വളരെ കുറവാണ്. കാരണം ഇത് മാക്സിമം അത്രയും പ്രഷറൊന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. നോർമൽ പ്ലംബിംഗ് ലൈൻ പോലെ ഒരു 4 kg പൈപ്പെങ്കിലും മിനിമം ചെയ്തിട്ടുണ്ടാവും. 1.5 kg 2 kg പ്രഷർ ജനറേറ്റ് ചെയ്യുന്നൊരു പമ്പിന് പൈപ്പ് പൊട്ടിച്ച് കളയാനുള്ള പ്രശ്നമൊന്നുമില്ല. മാക്സിമം ജോയിൻറ്റുകൾ തള്ളിപ്പോവാണ് ചെയ്യുന്നത്. ജോയിൻറ്റുകൾ തള്ളിപ്പോവാത്ത രീതിയിലുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ഈ ഫ്ലോ സ്വിച്ചുള്ള മോഡലുകൾ. അപ്പോൾ ഇത് ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻവെർട്ടർ കണക്ഷനിൽ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈപ്പാസ് ലൈൻ ഇല്ലെങ്കിൽ പോലും ഈസി ആയിട്ട് നമുക്ക് ഫുൾ ടൈം നല്ല പ്രഷറിൽ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെയുള്ള കൂടുതൽ എക്സ്പെരിമെൻസിനും വീഡിയോസ് കാണാനൊക്കെ ആയിട്ട് തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്